വിവാദ പരാമർശവുമായി ഓവർസീസ് കോൺഗ്രസ് നേതാവ് സാം പിട്രോഡ ദക്ഷിണേന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെയാണെന്നും വടക്കുള്ളവർ വെള്ളക്കാരെ പോലെയാണെന്നുമൊക്കെയുള്ള വാദമാണ് പിട്രോഡ മുന്നോട്ട് വെക്കുന്നത്. വിശദാംശങ്ങളുമായി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, എന്തൊക്കെയാണ് പിട്രോഡയുടെ പുതിയ വിചിത്രമായ വാദം? എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ശരത്ത്, കഴിഞ്ഞ ദിവസം നൽകിയ ഒരു ഇൻ്റർവ്യൂവിലാണ് സാം പിട്രോഡയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു വിവാദ പരാമർശം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ദക്ഷിണേന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെയാണ് കാണാൻ, അതോടൊപ്പം തന്നെ വടക്കേ ഇന്ത്യക്കാർ വെള്ളക്കാരെ പോലെയും കിഴക്കൻ മേഖലയിലുള്ളവർ ചൈനക്കാരെ പോലെയും പടിഞ്ഞാറൻ മേഖലയിലുള്ളവർ അറബികളെ പോലെയുമാണ്, അവരുടെ ആ ഒരു ലുക്ക് അങ്ങനെയാണ് എന്നൊരു പരാമർശമാണ് സാം പിട്രോഡയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ഇത്തരത്തിൽ ആളുകൾ കാണാൻ പല രീതിയിലാണെങ്കിലും എല്ലാവരും ഇന്ത്യക്കാരാണ് എന്നൊരു കാര്യം കൂടി സാം പിട്രോഡയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ തലത്തിലുള്ള വിവാദം അല്ലെങ്കിൽ വിമർശനം തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ മെൻറ്റർ കൂടിയാണ് സാം പിട്രോഡ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരാമർശത്തിൽ BJP അടക്കം ഇതിനോടകം വലിയ തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റിയിട്ടുമുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നടക്കം വിമർശനം ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമന്ത്രി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് സാം പിട്രോഡയുടെ ആ ഒരു പ്രസംഗത്തിൽ, ആ ഒരു പരാമർശത്തിൽ താൻ വളരെയധികം ദേഷ്യം തനിക്ക് വരുന്നുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇത്തരത്തിൽ കാണാൻ. എന്നിട്ട് വിഷ്ണു, അങ്ങേറ്റ അധിക്ഷേപകരമായിട്ടുള്ള വിചിത്രവാദങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്നത്. കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ ഇതിനോട് പ്രതികരിക്കുന്നുണ്ടോ, തള്ളിപ്പറയുന്നുണ്ടോ, തിരുത്താൻ പറയുന്നുണ്ടോ? എന്താണ്? ശരത്ത്, കോൺഗ്രസിൻ്റെ ഭാഗത്തൊന്നും ഇതുവരെ ഒരു പ്രതികരണം, ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം പോലും ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. കാരണം സാം പിട്രോഡയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ അദ്ദേഹത്തിൻ്റെ പല പരാമർശങ്ങളും ഇത്തരത്തിൽ BJPക്ക് ഉൾപ്പെടെ വലിയ ഒരു തെരഞ്ഞെടുപ്പ്. ഇദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഉപദേഷ്ടാവാണല്ലേ? തീർച്ചയായിട്ടും ശരത്ത്, രാഹുൽ ഗാന്ധിയുടെ മെൻറ്റർ എന്ന് തന്നെയാണ് സാം പിട്രോഡയെ അറിയപ്പെടുന്നത്. ശരി വിഷ്ണു, ശരി. ഏതായാലും കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം.